പ്രശസ്തിയുള്ള പ്രചാരണമുള്ള സിനിമകളിൽ യുവതാരങ്ങളിൽപ്പെട്ടയാളാണല്ലോ മമ്മൂട്ടിയുടെ മകൻ. എന്താ പേര് മോനെ? എന്താണ് മമ്മൂട്ടിയുടെ മോന്റെ പേര്? അറിയോ? അല്ല, അറിയില്ലേ? മമ്മൂട്ടിയുടെ മകന്റെ പേര്, അദ്ദേഹത്തെ ഒരു ടെലിവിഷനിലെ അവതാരിക അഭിമുഖം നടത്തുന്നത് കാണാനിടയായി. ഞാൻ കണ്ടില്ല, ശബ്ദങ്ങൾ കേട്ടു. കണ്ടില്ല എന്ന് പറഞ്ഞത്, ഞാൻ ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നിരായ ഉസ്താദിന്റെ അരികിലെ. ആ പോകുന്ന സമയത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്ന സഹയാത്രികൾ ആ വീഡിയോ ഓൺലൈനിലൂടെ കേൾപ്പിച്ചു. എന്തായിരുന്നു അദ്ദേഹം പറയുന്നത്? അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിച്ചിട്ടില്ല ജീവിതത്തിൽ. അദ്ദേഹത്തിന്റെ പേരെ കുറിച്ച് പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു, സൽമാനുൽ ഫാരിസി എന്ന ഒരു അറിയപ്പെടുന്ന സ്വഹാബിയുണ്ട്, പ്രവാചകന് ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെയും ദുൽഖർനൈനി രാജാവിന്റെയും പേരുകൾ ചേർത്തിട്ടാണ് എന്റെ പിതാവാകുന്ന സിനിമയിലെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി എനിക്ക് പേരിട്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. ദുൽഖർ സൽമാൻ, എന്താ ഈ പേരിന്റെ അർത്ഥം? പേരിന്റെ അർത്ഥം, എന്റെ ഫാദർ സ്റ്റഡീഡ് ഇസ്ലാമിക് ഹിസ്റ്ററി. അപ്പോൾ രണ്ട് ഫേമസ് വാരിയേഴ്സ് ആണ്. വൺ ഇസ് ദുൽഖർ നൈൻ ആൻഡ് വൺ ഇസ് സൽമാൻ അൽ ഫാരിസി. ഹി കമ്പൈൻഡ് ആൻഡ് ഗേവ് മീ എ ഫെയർലി യുണീക്ക് പേര്. അപ്പൊ ശരിക്കും റെയർ ആയിട്ടുള്ള ഒരു പേരാ ഇത്. ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര എംബാരസിംഗ് ആണ്. കാരണം ആർക്കും ഇത് പറയാനോ അറിയാൻ പാടില്ല, അല്ലെങ്കിൽ വായിക്കാനോ അറിയാൻ പാടില്ല. പുതിയ ക്ലാസ് ടീച്ചർ വന്ന് രജിസ്റ്റർ വായിക്കുമ്പോൾ എന്റെ പേരും ഒന്ന് വരുമ്പോഴത്തേക്ക് ഒന്ന് സ്റ്റക്കാവും. അപ്പൊ തന്നെ ഞാൻ കൈപോക്കിയിട്ട് ദുൽഖർ ഒന്ന്, കാരണം അവർക്ക് ഒബ്വിയസ്ലി ഇതിനോ ഒരു പ്രൊണൗൺസ്. ഇൻഡസ്ട്രി വരുമ്പോൾ എനിക്ക് അത് വലിയൊരു പേടിയായിരുന്നു. ഇതൊരു ഒരു ആക്ടറിന് പറ്റിയ പേരാണോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ നെയിം പറ്റിയ പേരാണോ എന്നൊക്കെ പേടിയൊക്കെ എനിക്കുണ്ടാവും. പക്ഷെ വെരി സ്വീറ്റ്ലി നമ്മുടെ ഓഡിയൻസ് അക്സെപ്റ്റഡ് ഇറ്റ്. അവതാരിക ഇത് പറഞ്ഞു. പിന്നീട് അത് കേട്ടതിന് ശേഷം ഗർഭിണികളായ നമ്മുടെ സഹോദരിമാർക്കൊക്കെ തീരുമാനമായിരിക്കും, എന്താ, ദുൽഖർ സൽമാൻ അഥവാ സൽമാന്റെ പേര് ചേർത്തിടണം. സൽമാൻ അൽ ഫാരിസിയുടെ പേര് ആദരിച്ചുകൊണ്ടാണ് മമ്മൂട്ടി തന്റെ മകന് പേരിട്ടത് എന്ന് അവതാരികയോട് അദ്ദേഹം പറയുമ്പോൾ, അന്ന് വരെ കേട്ടിട്ടില്ലാത്തവർ പണ്ടപ്പെടും ചരിത്രങ്ങളിൽ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഇനി ഒരിക്കൽ പോലും നമ്മുടെ കുടുംബത്തിൽ പ്രസവം നടക്കുകയാണെങ്കിൽ ആൺകുഞ്ഞിന് ദുൽഖർ സൽമാൻ എന്ന് പേരിടണമെന്ന് പ്രതിജ്ഞ ചെയ്തവരുണ്ടാകില്ലേ? കാരണം ദുൽഖർ സൽമാൻ തന്റെ പേരിന്റെ മഹത്വം പറയുന്നു. എന്റെ പിതാവ് ഒരു രാജാവിന്റെയും ഒരു സഹാബത്തിന്റെയും ചരിത്രത്തിൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ്, ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് യുവാക്കളെ, ദി ബാക്ക് ബോൺ ഓഫ് സൊസൈറ്റി എന്നറിയപ്പെടുന്ന യുവാക്കൾ, സമൂഹത്തിന്റെ വാരിയല്ലാകുന്ന നമ്മൾ, ഈ യുവതലമുറ സിനിമയിലേക്ക് അധിഷ്ഠിതമായി കൊണ്ടിരിക്കുകയാണ്. സൽമാൻ അൽ ഫാരിസി എവിടെ? സിനിമാ നടൻ സൽമാൻ എവിടെ? പ്രിയപ്പെട്ടവരെ, സൽമാൻ അൽ ഫാരിസി ആരായിരുന്നു? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാ. ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും സ്നേഹിച്ച, ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും അങ്ങോട്ട് പ്രവാചകനും സ്നേഹിച്ച വ്യക്തിയാ സൽമാൻ ഫാരിസ്. ആ സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു വലിയ കോടീശ്വരനായിരുന്നു. അദ്ദേഹം ഇടുന്ന ഉടുപ്പിന്റെ ഡ്രസ്സിന്റെ വില ആ രാജ്യത്തിലെ മദീനയ്ക്ക് അടുത്ത് മസ്ജിദ് ഖുബ എന്ന പരിസര പ്രദേശത്ത് ജൂതന്മാരിൽ മജൂസികളിൽ ആരും തന്നെ ധരിച്ചിരുന്നില്ല. മജൂസിയായ അദ്ദേഹത്തിന്റെ പിതാവും മാതാവും ജീവിച്ചിരുന്നത് ഇറാനിലായിരുന്നു. അദ്ദേഹം പേർഷ്യക്കാരനാണ്. പേർഷ്യക്കാരനായിരുന്ന സൽമാൻ അൽ ഫാരിസിയും, ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസിയുടെ പിതാവും മാതാവും അവർ അഗ്നി ആരാധകരായിരിക്കുമ്പോഴാണ് സൽമാൻ അൽ ഫാരിസിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ജൂത പണ്ഡിതന്റെ അരികിൽ നിന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയുടെ പരിസര പ്രദേശത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മദീനയുടെ പരിസര പ്രദേശത്തിലേക്ക് എത്തിയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്റെ കണ്ണുകൊണ്ടൊന്ന് കാണണം. ഹബീബായ പ്രവാചകനെ എനിക്ക് ഇഷ്ടത്തോടുകൂടി ഒന്ന് കാണണം. എന്റെ റസൂലുള്ളാഹിനെ എനിക്ക് കാണണമെന്ന് ചിന്തിച്ചുകൊണ്ട് അതാ ഹബീബായ പ്രവാചകനെ എല്ലാറ്റിനേക്കാളും അകം സ്നേഹിച്ചുകൊണ്ട് സൽമാൻ അൽ ഫാരിസി തന്റെ കൊട്ടാരം വെടിഞ്ഞുകൊണ്ട് പിതാവിനോട് പറയാതെ, ഉമ്മയോട് പറയാതെ ഒരു യാത്രാ സംഘത്തിന്റെ കൂടെ മദീനയിലേക്ക് യാത്ര തിരിക്കുകയാ. സൽമാൻ അൽ ഫാരിസി യാതനകൾ അനുഭവിക്കുന്നു, പീഡനങ്ങൾ അനുഭവിക്കുന്നു.
യാത്ര തിരിക്കുന്നതിനിടയിൽ സൽമാനുൽ ഫാരിസി ചുറുചുറുക്കുള്ള യുവാവാണ്. സൽമാനുൽ ഫാരിസിയെ കാണാൻ നല്ല സൗന്ദര്യമുള്ള ചെറുപ്പക്കാരനായിരുന്നു. നിങ്ങൾ ഇന്ന് സിനിമയിൽ കാണുന്ന സിനിമാ നടന്മാരെ പോലെയല്ല പെങ്ങളെ. കോളേജിലേക്ക് ചെല്ലുന്ന കോളേജ് കുമാരികളുടെ ഹൃദയങ്ങളിൽ സിമ്പതികളും ചലനങ്ങളും ഉണ്ടാകുന്നത് സിനിമാ നടന്മാരെ ചിന്തിച്ചിട്ടാണെങ്കിൽ മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു യാത്ര ചെയ്തു കൊണ്ടുപോകുന്നതിനിടയിലെ സൽമാനുൽ ഫാരിസിയെ കച്ചവട സംഘം ബജാറിൽ വെച്ചുകൊണ്ട് ചന്തയിൽ വെച്ചുകൊണ്ട് വിൽക്കുകയാ. സൽമാനുൽ ഫാരിസിയെ യാത്രാ സംഘം, കച്ചവട സംഘം അടിമച്ചന്തയിൽ സൽമാനുൽ ഫാരിസിയെ വെള്ളി നാണയത്തിന് പകരമായി കച്ചവടം ചെയ്തു. വെള്ളി നാണയങ്ങൾക്ക് പകരമായി കച്ചവടം ചെയ്തു മദീനയിലേക്കെത്തി. ഒരു ജൂതനായിരുന്നു സൽമാനുൽ ഫാരിസിയെ വിലക്കെടുക്കുന്നത്. സൽമാനുൽ ഫാരിസിയെ വിലക്കെടുത്തപ്പോൾ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദ് ഖുബാഇനടുത്തുണ്ട് എന്നറിഞ്ഞ സൽമാനുൽ ഫാരിസി ജൂതനോട് പറയാതെ അവിടുന്ന് തെറ്റിച്ചുകൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം നിർമ്മിച്ച മസ്ജിദ് ഖുബായിലെത്തി പ്രവാചകന്റെ കരങ്ങൾ പിടിച്ച് വിശുദ്ധ ഇസ്ലാമിലേക്ക് മെമ്പറാകുന്നു. വിശുദ്ധ ഇസ്ലാമിൽ അംഗത്വമെടുക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അംഗത്വം ഏറ്റെടുത്ത സൽമാനുൽ ഫാരിസി പള്ളിയിലേക്ക് വരുന്നില്ല, നിസ്കരിക്കാൻ വരുന്നില്ല. സൽമാനുൽ ഫാരിസി നമസ്കാരത്തിലേക്ക് കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് പ്രവാചകനോട് പരാതി പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സൽമാനുൽ ഫാരിസി പള്ളിയിലെത്തിയാൽ നിസ്കരിക്കാൻ നിൽക്കാറില്ല നബിയേ. ഹബീബായ പ്രവാചകരെ, സൽമാനുൽ ഫാരിസി യുദ്ധത്തിന്റെ തടവറയിലുള്ള പട്ടാളക്കാരെ പോലെ ഒളിച്ചൊളിച്ചു പോകുന്നത് കാണുന്നുണ്ട് നബിയേ. ഹബീബായ പ്രവാചകരെ, സൽമാനിനോട് ചോദിക്കണേ. ഹബീബായ നബിയെ, സൽമാനിനോട് വിഷയം ആരായണേ. ഹബീബായ പ്രവാചകൻ സൽമാനിനെ വിളിപ്പിക്കുന്നു, പൊന്നുമോനെ, എന്താടാ നിസ്കാരത്തിന് നിൽക്കാത്തത്? എന്താടാ റസൂലുള്ളാഹിന്റെ സദസ്സിൽ ഇൽമു പറഞ്ഞു കൊടുക്കുമ്പോ നിൽക്കാത്തത്? യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞത് കേൾക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല നബിയേ. അങ്ങയുടെ സദസ്സിൽ അങ്ങയുടെ പൂമേനി കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല നബിയേ. ഞാൻ കൊട്ടാരം വെടിഞ്ഞ് നാട്ടിൽ നിന്ന് യാത്ര തിരിച്ചത് അങ്ങയെ കാണാൻ വേണ്ടിയായിരുന്നു നബിയേ. നാട്ടിൽ നിന്ന് യാത്ര തിരിച്ചത് അങ്ങയെ കാണാൻ വേണ്ടി മാത്രമായിരുന്നു നബിയേ. അങ്ങയെ കാണാൻ പറ്റാത്ത വേദനകൾ അനുഭവിച്ച് കടിച്ചു പിടിച്ചുകൊണ്ട് അഗ്നി ആരാധകരായിരുന്ന പിതാവിന്റെയും ഉമ്മാന്റെയും അരികിൽ നിന്ന് ഞാൻ ഓടി രക്ഷപ്പെട്ടുകൊണ്ട് ഈ പരിസര പ്രദേശത്തിലേക്ക് എത്തുമ്പോ നബിയെ, എന്നെ കൊണ്ടുവന്നുകൊണ്ട് അടിമച്ചന്തയിൽ വിൽക്കുകയായിരുന്നു നബിയെ. അടിമച്ചന്തയിൽ വിറ്റതിന് ശേഷം യഹൂദിയുടെ കരങ്ങളിലാണ് ഞാൻ അമർന്നു പോയിരിക്കുന്നത് നബിയെ. ഹബീബായ പ്രവാചകരെ, അങ്ങയുടെ അരികിൽ എല്ലാ നേരവും ഇരുന്നു കൊണ്ട് ഭൂമേനിയിലേക്ക് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സൽമാനുൽ ഫാരിസിന്റെ ശബ്ദം കേട്ടയുടനെ പറയുകയാണ്, ഉമറേ, അബൂബക്കറേ, എന്റെ കൂടെ ഒന്ന് വരുമോ? ഈ സൽമാനിനെ എനിക്കൊരുപാട് ഇഷ്ടമാ, ഈ സൽമാനിനെ എനിക്കൊരുപാട് സ്നേഹമാ. ഈ സൽമാനിനെ ആരാണ് അടിമച്ചക്കനായി വെച്ചിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ അരികിലേക്ക് നിങ്ങളൊന്ന് വരുമോ? ഹബീബായ പ്രവാചകൻ സൽമാനുൽ ഫാരിസിയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് യഹൂദിയുടെ കൊട്ടാരത്തിലേക്ക് എത്തുകയാ. യഹൂദിയുടെ കൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് ആ യഹൂദിയോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദര, ഈ സൽമാനിനെ എനിക്കൊന്ന് മോചിപ്പിച്ചു തരുമോ? ഈ സൽമാനിനെ എനിക്കൊന്ന് മോചിപ്പിച്ചു തരുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് അദ്ദേഹം വിശുദ്ധ ഇസ്ലാമിന്റെ ശത്രുവായ മനുഷ്യൻ പറയുന്നു, ഇല്ല ഇല്ല, ഞാൻ പണം കൊടുത്തു കൊണ്ടുവന്നത് 8 വർഷം ഈത്തപ്പഴം തോട്ടം കായ്ക്കാൻ വേണ്ടിയാ കൊണ്ടുവന്നത്. മുഹമ്മദേ, തരില്ല, നിങ്ങൾക്ക് സൽമാനുൽ ഫാരിസിയെ വിട്ടുതരില്ല. ഹബീബായ പ്രവാചകൻ ചോദിക്കുന്നു, എനിക്കൊരു അപേക്ഷയുണ്ട്, ഈ സൽമാനിനെ നിങ്ങൾ വിട്ടുതരണം. ഇല്ല, വിട്ടുതരില്ല. പിന്നെന്ത് ഡിമാൻഡാ? നിങ്ങൾക്ക് എത്ര കാശ് വേണം? എത്ര വെള്ളി നാണയങ്ങൾ വേണം? അദ്ദേഹം പറയുന്നു, വെള്ളി നാണയങ്ങൾ മുഹമ്മദിന്റെ അനുയായികൾ മുഖേന മുഹമ്മദ് എനിക്ക് തന്നിരിക്കാം. പക്ഷേ മുഹമ്മദേ, അല്ലാഹുവിന്റെ റസൂലിനോട് സൽമാനുൽ ഫാരിസിയുടെ യജമാനൻ പറയുന്നു, ഇല്ല, സൽമാനുൽ ഫാരിസിയെ വിട്ടുതരുന്ന പ്രശ്നമില്ല. ഈ കാണുന്ന ഏക്കർ കണക്കിന് വരുന്ന സ്ഥലമില്ലേ,
ഇവിടെ ഈത്തപ്പഴത്തിന്റെ വിത്തുകൾ വിളമ്പിയിട്ട് മണ്ണിലേക്ക് പതിച്ചിട്ട് അത് മരം കായ്ച്ചിട്ട് മരമായിട്ട് ഈത്തപ്പഴം കായ്ച്ചു വരുമ്പോഴേക്കും 9 വർഷം കഴിയും. അങ്ങനെ 8 വർഷം കഴിഞ്ഞതിന്റെ ശേഷമോ 9 വർഷം കഴിഞ്ഞതിന്റെ ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ട സൽമാനാകുന്ന അടിമയെ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. ഹബീബായ പ്രവാചകൻ പറയുന്നു, ഉമറേ, ഉസ്മാനെ, അലിയെ, പെട്ടെന്ന് വാടാ, പെട്ടെന്ന് വാ, പെട്ടെന്ന് വരുവീൻ. എല്ലാവരും റസൂലുള്ളാഹിന്റെ ശബ്ദം ഇങ്ങനെ മണിമണിയായിട്ട് ആളുകളിൽ നിന്ന് കൈമാറി എത്തിയിട്ട് മദീനയിലുള്ള ആളുകൾ മസ്ജിദ് ഖുബാന്റെ പരിസര പ്രദേശത്തിലേക്ക് എത്തി. അവിടുന്ന് പറയുന്നു, നമുക്കൊരു ദൗത്യമുണ്ട്. ഈ തൊട്ടടുത്ത് തോട്ടമുണ്ടല്ലോ, ആ കാണുന്ന കാൽപ്രദേശമുണ്ടല്ലോ, മറുഭൂമി, അവിടെ നാം ചെല്ലേണ്ടതുണ്ട്, അവിടെ നമ്മൾ ജോലി ചെയ്യണം. ഹബീബായ പ്രവാചകനെ പോലെ സ്വഹാബത്തിനെ സ്നേഹിച്ച, ഒരു സ്നേഹം പഠിപ്പിക്കാൻ പ്രവാചകനെ പോലെ മറ്റാർക്കെങ്കിലും സാധിക്കുമോ? കൈക്കൊട്ടുമെടുത്തുകൊണ്ട് പ്രവാചകൻ സ്വന്തം യജമാനനിൽ നിന്ന് അടിമയെ മോചിപ്പിക്കാൻ, വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ച സ്വഹാബത്തിനെ മോചിപ്പിക്കാൻ കൈക്കൊട്ടുകൊണ്ടെടുത്ത് രംഗത്തിറങ്ങിയ ഒരു നീതിമാനായ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ ആർക്കെങ്കിലും ലോകത്തെ കാണിക്കാൻ വേണ്ടി പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ഒരിക്കലുമില്ലല്ലോ. ഉമറുണ്ട്, ഉസ്മാനുണ്ട്, അലിയുൽ മുർത്തദയുണ്ട്, എല്ലാ അബൂബക്കർ സിദ്ദീഖുണ്ട്, എല്ലാ പ്രവാചകന്മാരുടെ ഉറ്റ തോഴന്മാരുണ്ട്. നബിയെ, അങ്ങ് മാറി നിൽക്കൂല്ല. ഞാൻ മാറി നിന്നാൽ നമ്മൾ എടുക്കുന്ന പണികൾ കുറഞ്ഞു പോകുമല്ലോ, ഗതാ ദിവസങ്ങൾ നീങ്ങിപ്പോകുമല്ലോ. എന്നെ സ്നേഹിച്ച, എന്നെ ഇഷ്ടപ്പെട്ട, എന്നെ പ്രേമിച്ച ഒരാള് വിശുദ്ധ ഇസ്ലാം മതം സ്വീകരിച്ച് കൂടും വീടും നാടും വെടിഞ്ഞു വന്ന സൽമാനുൽ ഫാരിസി, സ്വന്തം വീട് വെടിഞ്ഞ സൽമാനുൽ ഫാരിസി, പേർഷ്യക്കാരനായ സൽമാൻ ഉമ്മാനെ വെടിഞ്ഞിട്ടാണ് വന്നത്, ഉപ്പാനെ വെടിഞ്ഞിട്ടാണ് വന്നത്, കുടുംബത്തെ വെടിഞ്ഞിട്ടാണ് വന്നത്. കൊട്ടാരത്തിന്റെ അധിപനായ സൽമാന് ഇസ്ലാമായതിന്റെ പേരിൽ അടിമയായി ജീവിക്കുകയാ. ഇല്ല സഹാബ, ഞാൻ നിങ്ങളോടൊപ്പം പണിയെടുത്തുകൊള്ളാമെന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പണിയെടുത്ത് ആ പ്രവിശാലമായ തോട്ടത്തിലേക്ക് വിത്തുകൾ വരിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ, 8 മാസം തികയുന്നതിന് മുമ്പ് ഇവിടെ ഈത്തപ്പഴം കായ്ക്കണേ നബിയേ, കായ്ക്കണേ റബ്ബേ. ഹബീബായ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. 8 മാസം തികയുന്നതിന് മുമ്പ് പണ്ടെങ്കും കണ്ടിട്ടില്ലാത്ത നിലക്ക് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നബിയെ മദീനയുടെ മക്കയുടെ പരിസര പ്രദേശത്ത് പോലും കണ്ടിട്ടില്ലാത്ത ഇത്രയും വലിയ ഈത്തപ്പഴത്തിന്റെ തോട്ടങ്ങൾ, ഇങ്ങനെ ഈത്തപ്പഴക്കൊലകൾ കായ്ച്ചത് ഞങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണ് നബിയെ. ഹബീബായ പ്രവാചകരുടെ മുഅ്ജിസത്ത്, ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമാനുഷികത പ്രദർശിപ്പിച്ചത് സ്വന്തം അനുയായിയെ സ്നേഹിച്ചതിന്റെ പേരിലാണ്. പ്രിയപ്പെട്ടവരെ, ആരുണ്ടങ്ങനെ സ്നേഹിക്കുന്ന നേതാവ്? രാഷ്ട്രീയത്തിന് വേണ്ടി അനുയായികളെ ജയിലറുകളിലേക്ക് അടയ്ക്കുന്ന നേതാക്കന്മാർ കൂടെ ജയിലിലേക്ക് വരാറുണ്ടോ? കൂടെ കേസുകളിൽ പങ്കാളികളാകാറുണ്ടോ? ഇല്ലെങ്കിൽ പ്രവാചകനെ പോലെ സ്നേഹിക്കാൻ ആർക്കാണ് കഴിയുക? പ്രവാചകനെ സ്നേഹിച്ച കാര്യമല്ല ഞാൻ പറഞ്ഞത്, പ്രവാചകനെ സ്നേഹിച്ചതാണ് പ്രിയപ്പെട്ടവരെ മുഹമ്മദുർ റസൂലുള്ളാഹി